കിടിലായിട്ടും തയ്യാറാക്കിയെടുത്താലോ. മുരിങ്ങയില പരിപ്പും കറിയും മുരിങ്ങയില ഉപ്പേരിയും ഒക്കെ കഴിച്ച് മടുത്തുവെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, ടേസ്റ്റിയാണ്, അതേപോലെ ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക, ഒന്ന് വാട്ടിയെടുക്കാം. മുരിങ്ങയില പെട്ടെന്ന് വാടി കിട്ടും, അതുകൊണ്ട് തന്നെ 1, 2, 3 പ്രാവശ്യം ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ തന്നെ ഇത് നല്ലപോലെ ഒന്ന് വാടി കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് തക്കാളി വെച്ച് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി മതി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കുക. 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം പുളി നല്ലപോലെ വാട്ടിയെടുക്കണം. ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നല്ലപോലെ ഒന്ന് വാടിക്കിട്ടും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് വാട്ടിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ചൂടാറാൻ വെക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ഡിഷാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ സിമ്പിളും ടേസ്റ്റിയുമാണ്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയില ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഈ മുരിങ്ങയില ചമ്മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ചമ്മന്തിയിൽ ഞാൻ കുറച്ച് ചോറ് കൂടിയിട്ട് കഴിക്കുന്നുണ്ട്. നമ്മുടെ നാടൻ രീതിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.